പ്രൈസ് ദി ലോർഡ്. സഭാകാലങ്ങളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 6ാമത്തെ സഭാകാലം ഫിലാദൽഫിയ സഭാകാലം, അതായത് പെന്തക്കോസ് കാലം. ഇന്ന് നമ്മൾ കാണുന്ന പെന്തക്കോസ് സഭയെ വിളിച്ചുകൂട്ടി കൊണ്ടുവരുവാനായിട്ട് ദൈവം ഒരു വ്യക്തിയെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ വ്യക്തിയിലൂടെ ദൈവം സംസാരിച്ച മുൻപുള്ള വചനങ്ങളും വെളിപ്പാടുകളും കേട്ടിട്ട് വന്നുകൂടിയവരാണ് ഇന്നത്തെ പെന്തക്കോസ് സഭ, ഇന്നിരിക്കുന്ന പെന്തക്കോസ് സഭ. പക്ഷേ അത് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ വന്ന പരിശുദ്ധാത്മാവിനാൽ തുടങ്ങിയ പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവെന്ന് തുടങ്ങിയ ആ ഒറിജിനൽ പെന്തക്കോസ് അല്ല. അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവം വഴി നടത്തിക്കൊണ്ടുവരുന്ന ഒരു സഭ എന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ വചനം നോക്കാം. ഇതിൻ്റെ ഏജ് വരുന്നത് 1750 മുതൽ 1906 വരെയാണ്. അതായത് ഇപ്പോൾ 1906 ആയപ്പോൾ ഇന്ന് കാണുന്ന പെന്തക്കോസ് സഭയുടെ കാലം അവസാനിച്ചു. എല്ലാവരും അതേ സഭയിൽ അത് തന്നെയാണ് ശരി, മറ്റൊന്നുമില്ല. അതിനു മുമ്പുള്ളതിനെ കുറിച്ച് അവർക്കറിയാം. അവർ മറ്റു പല സഭകളിൽ ഇരുന്ന വ്യക്തികളായിരിക്കാം ഈ സഭയിലേക്ക് വന്നത്. എന്നാൽ ഞാൻ പെന്തക്കോസ്തലനായിരുന്നു, എന്നോടൊപ്പം ഉള്ള പല ആൾക്കാരുണ്ട്. നമ്മളെല്ലാം പെന്തക്കോസ്തൽ മറ്റ് പല സഭകളിലായിരുന്നപ്പോൾ പെന്തക്കോസ്ത് സഭാകാലം 6ാമത്തതാണ്. 7ാമത്തെ ലവോദിക്ക സഭാകാലത്ത് ദൈവം ഒരു വ്യക്തിയിലൂടെ പെന്തക്കോസിലേക്കും മറ്റു മുൻപുള്ള സഭകളിലേക്കും ഒരു സന്ദേശം വിളിച്ചു പറഞ്ഞപ്പോൾ പുറത്തേക്ക് വന്നവരാണ് യഥാർത്ഥ പെന്തക്കോസ്ത്. അപ്പോസ്തലന്മാരിലൂടെയുള്ള അതേ വിശ്വാസവും സ്നാനവും പ്രത്യാശയും കവിയപ്പും കൂട്ടായ്മ അപ്പം നിൽക്കലും ഉപദേശവും ആയിട്ട് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ആദ്യം ഫിലാദൽഫിയ സഭയുടെ ഏജ് പറഞ്ഞു 1750 മുതൽ 1906 വരെ. ദൈവം ആ കാലത്ത് ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ജോൺ വെസ്ലി. ജർമ്മൻകാരനായ ഒരു ജോൺ വെസ്ലിയാണ് കർത്താവ് ഉപയോഗിച്ചിട്ട് ദൈവത്തിൻ്റെ വലത് കൈയിലെ 6ാമത്തെ ഏഞ്ചൽ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഈ കാലത്തിൻ്റെ ഈ പെന്തക്കോസ് കാലത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വചനം കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. അതിൻ്റെ വചനം നമുക്ക് നോക്കാം. ഈ സമയത്തുള്ള കുതിര സവാരിക്കാരൻ 3ാമത്തെ കുതിര സവാരിക്കാരൻ ചുമന്നതാണ്. അതായത് പരദൂഷണം അല്ലെങ്കിൽ ദുരുപദേശം പറഞ്ഞ് മനുഷ്യനെ കൊല്ലുക എന്നത് തന്നെയാണ് ചുമന്ന കുതിരപ്പുറത്ത് വന്നവൻ്റെ ഉദ്ദേശം. എന്നാൽ ഈ ഇദ്ദേഹത്തിലൂടെ വിളിച്ചു പറയുന്നത് കേൾക്കുന്നവർ ആ പെന്തക്കോസ് കാലത്തിൻ്റെ മണവാട്ടിയാണ്, ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. പക്ഷെ അദ്ദേഹം പോയ ശേഷം വീണ്ടും അത് സംഘടനയാക്കും. അല്ലെങ്കിൽ വന്നിട്ട് കുറച്ച് ഒരു സാധനപ്പെട്ട പെന്തക്കോസ് വന്ന് മടങ്ങിപ്പോയവരുണ്ട്. ഇപ്പോഴും നിൽക്കുന്നതിൽ ശരിയായ വിശ്വാസത്തിലല്ലാതെ നിൽക്കുന്നവരുണ്ട്. നമുക്ക് ബാക്കി നോക്കാം. വെളിപ്പാട് പുസ്തകം 3ാമത്തെ അധ്യായം 8 മുതൽ 13 വരെയുള്ള വേദഭാഗം. ഫിലാദൽഫിയ സഭയുടെ ദൂതൻ എഴുതുക: വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവനും ആയി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. നോക്കുക, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അപ്പോൾ ഇന്ന് പെന്തക്കോസ് വിളിച്ചു കൂട്ടുന്നതിന് മുമ്പ് ലൂഥറൻ സഭയിലൂടെ വിശുദ്ധീകരണം കൊടുത്തു, അതിനു മുമ്പിലൂടെ നീതീകരണം കൊടുത്തു. അടുത്തതായി ഇപ്പം അഭിഷേകം കൊടുക്കുകയാണ്, പരിശുദ്ധാത്മാഭിഷേകം. അപ്പോൾ 1ാമത്തെ എഫെസ് സഭയിൽ നീതീകരണം, വിശുദ്ധീകരണം, പരിശുദ്ധാത്മാഭിഷേകം, വെളിപ്പാടിൽ തുടങ്ങിയ സഭ. പക്ഷെ ഇവിടെ ഇപ്പോഴും വെളിപ്പാട് തുടങ്ങിയിട്ടില്ല. അത് പെന്തക്കോസിന് ശേഷം ഇപ്പം ഞങ്ങൾ പോകുന്ന ഈ സഭയിലാണ് ദൈവം എല്ലാ മർമ്മങ്ങളും തുറന്ന് ദൈവിക വെളിപ്പാടിനാൽ സഭ വീണ്ടും പഴയതുപോലെ കെട്ടുന്നത്. അപ്പോൾ പെന്തക്കോസിലേക്ക് വരുന്നതിന് മുമ്പുള്ള മറ്റ് സഭകളിൽ ഇരുന്ന വളരെ തീക്ഷ്ണതയോടുകൂടി ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടിയിട്ട് കർത്താവിന് വേണ്ടി നിന്നിരുന്ന വ്യക്തികളോട് പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വയ്ക്കുന്നു. പെന്തക്കോസ് കാലത്തിലേക്ക് വരുവാനായി ദൈവം ഒരു വാതിൽ തുറന്നു വച്ചു. ഓക്കെ, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തി ഉള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചില്ല. അപ്പോൾ ലൂഥറൻ സഭയിലും ബ്രദറൻ സഭയിലും അല്ലെങ്കിൽ കത്തോലിക്ക മാർത്തോമ സഭകളിൽ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി തീക്ഷ്ണതയോടെ ജീവിച്ചിരുന്നവരോട് പറയുകയാണ്, നീ എൻ്റെ വചനം കാത്തു, നീ എൻ്റെ നാമം നിഷേധിച്ചില്ല. അപ്പോൾ ആ സഭകളിൽ ഞാനും പെന്തക്കോസ് സഭയിൽ ഇരുന്നപ്പോൾ കർത്താവിൻ്റെ നാമത്തെ പ്രതി തീക്ഷ്ണത ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് വിളിച്ച് പറഞ്ഞു. നിങ്ങളും ഇന്ന് അങ്ങനെ തന്നെയാണെങ്കിൽ നിങ്ങളെ കർത്താവ് വിളിക്കും. നിങ്ങൾ വരെയൊന്നും വേണ്ട, കർത്താവ് വിളിച്ചാൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കാനും കഴിയില്ല. ദൈവത്തിൻ്റെ ആടാണെങ്കിലേ കർത്താവ് വിളിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം നാമനിഷേധില്ല. യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദനെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്നും വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയുവാനും സംഗതി വരുത്തും. അപ്പോൾ ഈ പെന്തക്കോസ് കാലത്തിലേക്കും യഥാർത്ഥ പുരോഹിതന്മാരല്ലാത്ത കള്ള പുരോഹിതന്മാർ അവിടെ വരും.
അപ്പോൾ അവരുടെ ഇടയിൽ നമ്മൾ സുവിശേഷവുമായി അല്ലെങ്കിൽ സത്യവചനവുമായി നിലകൊള്ളും. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. പെന്തക്കോസ്ത് കാലത്ത് ഇരുന്നപ്പോൾ തീക്ഷ്ണതയോടെ ഇരുന്നവരെ, പെന്തക്കോസ്ത് കാലത്തിന് മുമ്പ് ഉണ്ടായിരുന്നവരെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പെന്തക്കോസ്ത് കാലത്തിൽ ഒരുപാട് പീഡനമേറ്റു ലൂഥറൻ സഭക്കാർ. അത് ഇന്നും അങ്ങനെ തന്നെ. പെന്തക്കോസ്തിലേക്ക് ജനം വന്നാൽ പറയും പോകരുത് പോകരുത് എന്ന് പറയും. അപ്പോൾ അന്ന് പെന്തക്കോസ്തിലേക്ക് വന്ന ജനത്തിനറിയാം തൊട്ട് മുമ്പിലിരുന്ന സഭയും അവരുടെ കൂടെ ഇരുന്നവരും ഏതവസ്ഥയിലാണെന്ന്. മരിച്ചുപോയവരാണ്. അപ്പോൾ ഇന്ന് പെന്തക്കോസ്തിന് ശേഷമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സഭ ശരിയായ വെളിപ്പാടിൽ. അതുകൊണ്ടാണ് ഞാൻ ഇത് ഓരോന്നും മനസ്സിലാക്കി മുമ്പോട്ട് വിളിച്ചു പറഞ്ഞത്. അത് വില്യം മരിയം ബ്രങ്ഹാം എന്ന വ്യക്തിയാണ് ഈ അന്ത്യകാലത്ത് ദൈവം ഉപയോഗിച്ചത്. അദ്ദേഹത്തിലൂടെയാണ് ഓരോ കാലത്തും ദൈവം ഇങ്ങനെ ഓരോരുത്തരെ ഉപയോഗിച്ചു എന്ന കാര്യവും വെളിപ്പെടുത്തിയത്. ബൈബിളുമായി നോക്കുമ്പോൾ ടാലിയായി പോകുന്നു. ഓക്കെ. ഞാൻ നിന്നെ കാക്കും, ഞാൻ വേഗത്തിൽ വരുന്നു, നിന്റെ കിരീടം ആരും എടുത്തുകൊള്ളാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോവുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേലെഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ വേദഭാഗം, ഈ വചനവും വായിച്ചിട്ട് ഞാൻ ഇന്ന് പെന്തക്കോസ്തിൽ തന്നെ ഇരുന്നിട്ട് കാര്യമില്ല. ഇത് അന്ന് 1750-കളിൽ ജോൺ വെസ്ലിയിലൂടെ കർത്താവ് വിളിച്ചു പറഞ്ഞപ്പോൾ പുറത്തേക്ക് വന്ന ആ വെളിപ്പാടിൽ തന്നെ ഇവിടെ 1906 വരെയും ഇരുന്ന ജനത്തോടാണിത് പറയുന്നത്. ഓക്കെ. ഇനി ഇത് മൂന്നാമത്തെ മുദ്രയുടെ കീഴിൽ വരുന്ന കള്ളക്രിസ്തു, അതായത് എതിർ ക്രിസ്തു തന്നെയാണ്. മൂന്നാമത്തെ കുതിരപ്പുറത്ത് വരുന്നവൻ തന്നെയാണ് ഈ സഭയുടെയും കാലത്ത് ഇന്നത്തെ മുഴുവൻ സഭകളിൽ ഇരിക്കുന്ന എതിർ ക്രിസ്തുക്കളാണ് പുരോഹിതന്മാർ, പെന്തക്കോസ്തിന്റെ. കാര്യം അവൻ നാമത്തെ നിഷേധിച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിനുള്ള വചനങ്ങൾ നോക്കാം. AD 312 മുതൽ 1520 വരെ മുമ്പുള്ള സഭാകാലത്തിൽ ഉണ്ടായിരുന്നവർക്ക് നീതീകരണവും വിശുദ്ധീകരണവും നൽകിയതിനാൽ ഈ സഭാകാലത്തിലുള്ള ദൂതന്റെ ശബ്ദം കേട്ട് വിശ്വസിച്ച് ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ പുറത്തേക്ക് വരുന്നവർക്ക് ദൈവം കൃപയാൽ ഒന്നാമത്തെ സഭയിൽ ഉണ്ടായിരുന്ന അതേ എല്ലാ നിറവിനോളവും നിറയ്ക്കുന്നതിൻ്റെ മുന്നോടിയായി ജർമ്മനിയിൽ നിന്ന് ജോൺ വെസ്ലി എന്നൊരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് അദ്ദേഹത്തിലേക്ക് ദൈവത്തിൻ്റെ വലത് കൈയിലെ 6ാമത്തെ ഏഞ്ചൽ വന്നിട്ട് എന്താ പറഞ്ഞത്? യോഹന്നാൻ 8:24 ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ ആരാധിക്കേണ്ടവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്ന് വെളിപ്പെടുത്തി കൊടുത്തു. അത് കേട്ട് വിശ്വസിച്ചവർ പുറത്തേക്ക് വന്നു. ഓക്കെ. അടുത്ത് സ്നാനം. ആ കാര്യമുണ്ട്. ഈ കാലത്തുള്ള ദൂത് എന്താണെന്ന് നോക്കുക. ദൈവം ആത്മാവാകുന്നു, അതിനാൽ ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്ന് ആ കാലത്ത് ദൈവ ഇഷ്ടമായ ഈ വചനം വെളിപ്പെടുത്തി കൊടുക്കുകയും മാത്രമല്ല, സ്നാനം എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണ അടക്ക പുനരുദ്ധാന ശുശ്രൂഷയോട് നാം ഏകീഭവിക്കുന്ന നല്ല മനസാക്ഷിയാണ്. അതിനാൽ സ്നാനം എന്നത് അടക്ക ശുശ്രൂഷയാണ്. അതുകൊണ്ട് സ്നാനത്തിന് ഓരോരുത്തർ വിശ്വസിച്ചുകൊണ്ട് വെള്ളത്തിൽ മുങ്ങുക അല്ലെങ്കിൽ അടക്കുക, ആ പാപശരീരത്തെ അടക്കുക തന്നെ വേണം എന്ന് പറഞ്ഞു കൊടുത്തു. അതിനാൽ ഈ 2 കാര്യങ്ങളെയും മുമ്പിലുള്ള എല്ലാ സഭകളിലേക്കും കർത്താവ് ഈ ദൂതനിലൂടെ വിളിച്ചു പറഞ്ഞു. അപ്പോഴും എന്താണ്? സ്നാനം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തില്ല. അതുകൊണ്ട് അന്ന് 1906 മുമ്പ്, ഇപ്പോഴും നിങ്ങൾ ഇരിക്കുകയാണ്, ഇപ്പോൾ വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോൾ നാമത്തിൽ ചെയ്യണമെന്ന് വെളിപ്പെടുത്തിയെങ്കിൽ പിന്നെ അവിടെ ഇരുന്നൊരു കാര്യമില്ല. അപ്പോൾ ആ കാലത്ത് സഭയുടെ ദൂതനിലൂടെ ദൈവം വിളിച്ചു പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് 1750 മുതൽ 1906 വരെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് അത് വിശ്വസിച്ചാൽ മതി. ആ കാലത്ത് ദൈവത്തിൻ്റെ സ്നാനം യേശുക്രിസ്തുവിന്റെ നാമത്തിലാണെന്ന് അന്ന് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ലായിരുന്നു. ഓക്കെ. ഈ ദൈവവചനം അങ്ങനെ വിശ്വസിച്ച് കൈക്കൊണ്ടവരെ കുറച്ചു പേർ പഴയ സഭകൾ വിട്ട് പുറത്തേക്ക് വന്നു. അതായത് എപ്പോഴും ഒരു കാഹളം, ഒരു മുൻപുള്ള സഭകളിലേക്ക് കാഹളം ഓതുമ്പോൾ അവിടെ ഒരു യുദ്ധം ഉണ്ടാവും. വിശ്വസിക്കുന്നവർ വിശ്വസിക്കാത്തവരും തമ്മിൽ യുദ്ധം ഉണ്ടാവുകയും വിശ്വസിച്ചവർ പുറത്തേക്ക് വരികയും അവർ ജയിക്കുന്നവരാണ്. ഓക്കെ. അവർക്കാണ് ദൈവം മറഞ്ഞിരിക്കുന്ന മന്ന വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ജയിച്ച് വരുന്നവർക്കേ ഉള്ളൂ. ഈ കാലത്തിലും അങ്ങനെ തന്നെ പെന്തക്കോസ്ത് സഭയും കത്തോലിക്ക ഇതെല്ലാ സഭയും വിട്ട് ഒറിജിനൽ അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിലേക്ക് മടങ്ങി വരുന്നവർക്കാണ് ഈ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കുന്നത്. ഓക്കെ. ദൈവത്തിൻ്റെ മുദ്ര, അവൻ എന്നോട്, ഞാൻ അവനോടും അത്താഴം കഴിക്കുമെന്നാണ്. ഓക്കെ. ഈ കാലത്തിൻ്റെ വചനം പ്രമാണിച്ചനുസരിച്ചപ്പോൾ കർത്താവ് അവർക്ക് കൃപയാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊടുത്തു. അപ്പോൾ മാർത്തോമാ, CSI,
നീതീകരണം കൊടുത്തു, ലൂഥറൻ സഭയ്ക്ക് വിശുദ്ധീകരണം കൊടുത്തു. പെന്തക്കോസ് കാലമായപ്പോഴേക്കും ആ മരം പൂത്തു തളിർത്തു, കായ് ഫലമുണ്ടായപ്പോൾ കൈയടിച്ച് ആർത്ത് സന്തോഷിച്ച് ദൈവത്തിന് സ്തോത്രം കൊടുത്തു. അപ്പോൾ ദൈവം ആ ഒരു വ്യക്തികൾക്ക്, അതൊരു മരത്തിൻ്റെ കാര്യം ഉപമയായി പറഞ്ഞതാണ്, അവർക്ക് അഭിഷേകം കൊടുത്തു. ഓക്കെ, അതിനാൽ അവർക്ക് കൃപയിൽ പരിശുദ്ധനം അയച്ചു കൊടുത്തു. അവർ പണ്ടത്തെ പോലെ ആത്മാവിൽ നൃത്തം ചെയ്ത് അന്യഭാഷയിൽ ആരാധിച്ചു തുടങ്ങി. അപ്പോൾ പെന്തക്കോസ് ലൂഥറൻ സഭയ്ക്കകത്ത് അന്യഭാഷ ഇല്ലായത് കാര്യം ആ സമയത്ത് അവർക്ക് പരിശുദ്ധാത്മാവിനെ അഭിഷേകമായി നൽകിയിരുന്നില്ല. ഇങ്ങനെ AD 750 മുതൽ പുറത്തേക്ക് വന്നുകൂടിയവരാണ് ഇന്ന് നാം കാണുന്ന പെന്തക്കോസ്ത് സഭ. ഓക്കെ, എന്നാൽ ഇക്കാര്യം കഴിയാത്തവർ പഴയ സഭകൾ, ഇപ്പം ജോൺ വെസ്ലിയിലൂടെ വിളിച്ചു പറഞ്ഞപ്പോൾ കേട്ട് വിശ്വസിച്ച് പുറത്തേക്ക് വരാത്ത ജനം ആ കാലത്തിന്റെ കളകളാണ്. വന്നവർ ആ കാലത്തിന്റെ ക്രിസ്തുവിന്റെ മണവാട്ടിയുമാണ്. ഗ്രഹിച്ചവരെ ദുരുപദേശകരെന്നും പിശാചെന്നും പറഞ്ഞു മുമ്പിലത്തെ പോലെ തന്നെ കളിയാക്കി ഒറ്റപ്പെടുത്തി. അങ്ങനെ ഓരോ കാലത്തിലും അതത് കാലത്തെ സഭാവിഭാഗമന്യേ സകല ജനത്തോടും കർത്താവ് അരുളി ചെയ്യുന്ന വചനത്തിന്റെ വെളിപ്പാടുകൾ വിളിച്ചു പറയും. കേട്ട് വിശ്വസിക്കുന്നവർ അത് ഏറ്റെടുക്കുകയും ഇല്ലാത്തവർ അതിനെ തള്ളിക്കളയുകയും ചെയ്യും. എന്നാൽ പുതിയ വീഞ്ഞ്, അതായത് പുതിയ സന്ദേശം കേട്ട് പുറത്തേക്ക് വന്നവർ പിന്നെ പഴയ തുരുത്തിയിൽ പോയി പുതിയ വീഞ്ഞും പഴയ വീഞ്ഞും തമ്മിൽ കൂട്ടിക്കലർത്താൻ പാടില്ല. അതാണ് യേശുക്രിസ്തു പറഞ്ഞത്, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവാൻ. ഇത് ആരും ഇന്നുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. പെന്തക്കോസ്തിൽ വന്നവർ പഴയതിലേക്ക് പോകുന്നുണ്ട്, എന്നാൽ പോകാത്ത ജനവുമുണ്ട്. നോക്കൂ, ഏദൻ തോട്ടം മുതൽ വീണുപോയ ജനത്തെ കർത്താവ് ബുദ്ധിമാന്മാർക്ക് മണ്ടത്തരമായി തോന്നുന്ന രീതിയിലാണ് ദൈവം തൻ്റെ ആലോചന മാറാത്തത് എന്ന രീതിയിൽ സ്വർഗീയ പ്രവേശത്തിനായുള്ള ഒരു വിളി നടത്തുന്നത്. ഈ ആത്മീക യാത്രയിലൂടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻപുണ്ടായിരുന്ന തെറ്റായ വിശ്വാസത്തിൽ നിന്ന് ശരിയായ വിശ്വാസം വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ, വെളിപ്പാട് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അത് കേട്ട് പുറത്തേക്ക് വരുന്നവരാണ് അതത് കാലത്തിൻ്റെ ക്രിസ്തുവിൻ്റെ മണവാട്ടിമാർ. എന്നാൽ പുതിയതിലേക്ക് വന്നു കഴിഞ്ഞാലോ പിന്നെ അവർ പഴയതിലേക്ക് പോകില്ല. അപ്പോൾ പിശാചിനാൽ തുടങ്ങിയ ബൈബിൾ കോളേജ് വഴിയായി പിന്നത്തേതിൽ ഈ ജോൺ വെസ്ലിയിലൂടെ വന്നു കൂടിയവർക്ക് പിന്നെ ജോൺ വെസ്ലിയാണ് അവർക്ക് മന്ന കൊടുക്കുന്നത്. കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് അവരിലൂടെ ദൈവവചനം പ്രസംഗിക്കും. പിന്നത്തേതിൽ അത് എല്ലാം ദുരുപദേശമാക്കി ഈ പിശാച് ബൈബിൾ കോളേജിലൂടെ പഠിപ്പിച്ചു വിട്ടത് തന്നെയാണ് ഇന്ന് അവർ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ കത്തോലിക്ക മാർത്തോമയും പഠിപ്പിക്കുന്നത് പോലെ അനേകം വചനങ്ങൾ ഇവരും പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അത് തെറ്റായത് കുറേ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ള വരിക, അല്ലെങ്കിൽ സത്യരാജ അനിൽ എന്ന യൂട്യൂബിലേക്ക് നോക്കുക, അവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ദുരുപദേശം പഠിപ്പിച്ച് തെറ്റിച്ച് കളയുമ്പോൾ ഒന്നാമത്തെ അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞൊരു വചനം നോക്കൂ. ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞ 1:10 മുതൽ 12 വരെ. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ഞാനത് മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രയേ പ്രാപിച്ചത്. ഞങ്ങളുടെ സുവിശേഷം ഒരിക്കൽ എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും അല്ല. അവർ പറഞ്ഞതാണ്. അടുത്ത് ഗലാത്യർ പറഞ്ഞു, നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകില്ല എന്ന് ഞാൻ കർത്താവിങ്കൽ ഉറച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളെ കലക്കുന്നവർ ആരായാലും ശിക്ഷാവിധി ചുമക്കും. കണ്ടോ, ഈ അപ്പോസ്തലന്മാരുടെ പഠിപ്പിച്ച ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ഇന്നത്തെ പുരോഹിത വർഗം പഠിപ്പിച്ചിരിക്കുന്നവർ അവർ എന്തായാലും ശിക്ഷാവിധി അവർക്കുണ്ട്. കാരണം നമ്മൾ ഒരു ശരിയായ വചനം കേട്ട് പുറത്തേക്ക് വരുമ്പോൾ വാസ്തവത്തിൽ നാം വിശ്വാസത്തിൽ വന്നപ്പോൾ ലോകത്തെയും അതിലുള്ളതിനെയും അല്ലെങ്കിൽ സഭകൾ തെറ്റായി പഠിപ്പിച്ചതിനെയെല്ലാം വിട്ട് കളഞ്ഞിട്ടാണ് പുറത്തേക്ക് വന്നത്. ഓക്കെ, എന്നാൽ ഇന്ന് ജനം അവയെ മുഴുവൻ വോട്ടിനിട്ട് ഓരോ കാരണം പറഞ്ഞ് തിരികെ സഭയിൽ കൊണ്ടുവന്നിരിക്കുന്നു. സഭ ഇപ്പോൾ ലോകത്തെയും അതിലുള്ളതിനെയും ഏറ്റെടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയെ വിട്ട് പുറത്തേക്ക് പോയി ദൈവജനം ശുശ്രൂഷിക്കുന്നവരും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തി ഇന്നത്തെ പെന്തക്കോസ്ത് സഭയിലെ ആരാധന നോക്കും. അത് അന്നല്ല, ഇന്നത്തെ ലവോദിക്ക സഭാകാലം ആയപ്പോഴാണ് വരുന്നത്. മുൻപില്ലായിരുന്നു. ഒരു 40-50 വർഷങ്ങൾക്ക് മുമ്പ് അതൊന്നും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു 100 വർഷം മുമ്പ് ഇതില്ലായിരുന്നു. പെന്തക്കോസ്ത് സഭ വളരെ ശക്തമായ വിശ്വാസത്തിൽ തന്നെയായിരുന്നു. ഇന്ന് ലവോദിക്ക സഭാകാലമാകുമ്പോഴാണ് എല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കുന്നത്. അതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഓക്കെ, അത് അപ്പോഴുമുള്ള ശരിയായത് എന്താണെന്ന് ഞാൻ പറയാം. എന്നാൽ ഓരോ കാലത്തിലും ജനമെല്ലാം ദൈവവ്യവസ്ഥയ്ക്ക് എതിരെ നിൽക്കുന്നു. ഓരോ കാലത്തിൻ്റെയും സന്ദേശത്തെയും സന്ദേശവാഹകനെയും തള്ളിക്കളയുന്നവർ ഈ ആത്മീക യാത്രയിൽ ദൈവസന്നിധിയിൽ നിന്ന് ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ് വീണുപോയവരാണ്.
അപ്പം പെന്തക്കോസ് വിളിച്ചു കൂട്ടിയപ്പോൾ അതിലേക്ക് വരാതെ ദുരുപദേശമാണ്, തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ വീണുപോയവരായിരുന്നു. പെന്തക്കോസിലേക്ക് ആ കാലത്ത് വന്നവർ ആ കാലത്തിൻ്റെ ക്രിസ്തുവിൻ്റെ മണവാട്ടി, ഇന്നല്ല മുൻപ്. ഓക്കെ. മോശയുടെ പിന്നാലെ നടന്ന സമ്മിശ്ര ജനത്തെ പോലെ ഇന്ന് ഇവരും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണെന്ന് പറഞ്ഞ് മാനസാന്തരപ്പെടാതെ കർത്താവിൻ്റെ ജനമെന്ന് പറഞ്ഞ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. നോക്കൂ, നോഹയുടെയും മോശയുടെയും സോതോമിൻ്റെയും കാലം ഓർത്തുകൊള്ളുക. അങ്ങനെ ഈ കാലത്തിലും ആത്മീക യുദ്ധം ജയിച്ച് പഴയതിൽ നിന്ന് വിട്ട് പുറത്തേക്ക് വരുന്നവർ ആണ് ഈ കാലത്തിൻ്റെ ക്രിസ്തുവിൻ്റെ, അതായത് പെന്തക്കോസ് കാലത്തുള്ള ക്രിസ്തുവിൻ്റെ മണവാട്ടിമാർ. സംഘടനാ സഭ എന്നാൽ ദൈവം എപ്പോഴും വെറുക്കുകയാണ്. അത് ഓരോ വ്യക്തിയിലൂടെയും ദൈവം വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് ആ ദൂതൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കാലശേഷം ജനം സംഘടിക്കും. സംഘടനാ സഭ, ലോകത്തെല്ലാം സംഘടനാ സഭയിലെത്തി ഇവരും അതുപോലെ ആയിട്ട് അവർ പഠിപ്പിക്കുന്നത് തന്നെ ഇവരും പഠിപ്പിക്കും. എന്നാൽ ആ വ്യക്തി ആ മരണപര്യന്തവും അങ്ങനെ തന്നെ ആ ദൈവിക വെളിപ്പാടിൽ തന്നെ വിശ്വസിച്ച് നിൽക്കേണ്ടവരാണ്. ഓക്കെ. അപ്പോൾ പെന്തക്കോസ്തിലേക്ക് ജനം വന്നപ്പോൾ എന്താ? ഇപ്പോൾ അവർക്ക് നീതീകരണവും വിശുദ്ധീകരണവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇന്നും ഇപ്പം ഞാൻ സംസാരിക്കുന്ന സമയത്തും ലവോദിക്ക സഭാകാലത്തും ദൈവസഭ തുടങ്ങിയിട്ടുണ്ട്. ലവോദിക്ക സഭകാലം എടുത്തില്ല, ഞാൻ ഇപ്പോൾ ഫിലാദൽഫിയ സഭ പെന്തക്കോസിനെ വിളിച്ചു കൂട്ടി തീർക്കുന്നുണ്ടോ. അപ്പോൾ ഇന്നും നമുക്ക് വെളിപ്പാട് ലഭിച്ചു. ദൈവത്തിൻ്റെ മർമ്മങ്ങൾ, മുദ്രകളെല്ലാം തുറന്ന് ഇവിടെ വെളിപ്പാടിനാലാണ് സഭ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് വിശ്വസിക്കാതെ പെന്തക്കോസിൽ, മർത്തോമിൽ, CS ഇരിക്കുന്നവർ അതത് കാലത്തിൻ്റെ മണവാട്ടി ഇന്ന് ആകില്ല. ആ വിശ്വാസത്തിലിരിക്കുന്നവർ ഇന്ന് ഗോതമ്പിനെ കളപ്പുരയിലേക്ക് ശേഖരിക്കുമ്പോൾ അവർ ദൈവസഭയുടെ അപ്പോസ്തല പ്രവൃത്തി മുതൽ തുടങ്ങിയ ആ വിശ്വാസത്തിലേക്ക് മടങ്ങി വരണം. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് പറഞ്ഞു കേട്ടത് നോഹയ്ക്കും അബ്രഹാമിനും മോശയ്ക്കും പൗലോസിനും അപ്പോഴും ബുദ്ധിക്കും ലോക സാഹചര്യത്തിനും അനുകൂലമല്ല. നോഹ പറഞ്ഞത് ആ കാലത്തിന് അനുകൂലമാണോ? മോശ പറഞ്ഞത് അനുകൂലമാണോ? പക്ഷേ സ്വർഗത്തിൻ്റെ മന്ന കൊടുത്തു. പൗലോസ് പറഞ്ഞു. അപ്പോൾ ആ കാലത്ത് പണ്ഡിതന്മാരെല്ലാം പൗലോസിനെയും ഉപദ്രവിച്ചു. പൗലോസ് ആദ്യം ഉപദ്രവിച്ചു നടന്നു, ഒടുവിൽ പൗലോസിനെയും ഉപദ്രവിച്ചു. മോശ പറഞ്ഞതും അബ്രഹാം പറഞ്ഞതും ഒന്നും ആ കാലത്തേക്കുള്ള ജനത്തിന് യോഗ്യമായതായിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ അവസാന സമയത്തും അപ്പോസ്തലന്മാരിലൂടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ സത്യം ഞാൻ ഇന്ന് ലോകത്തേക്ക് വിളിച്ചു പറയുമ്പോൾ അവർക്കും അത് യോഗ്യമാകില്ല. കാര്യം ഭോഷത്തരമാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യരിൽ പറഞ്ഞത് ഈ ഭോഷത്വത്തിൻ്റെ പ്രസംഗത്താൽ ദൈവം ചിലരെ വീണ്ടെടുക്കുന്നു. ഓക്കെ, അടുത്ത എപ്പിസോഡ് പറയാൻ ടൈമായിപ്പോയി.